നമസ്കാരമുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അഖിൽമാരാർ സംസാരിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നല്ല ആളുകൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് അഖിൽമാരാർ സംസാരിക്കുന്നത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എൻ്റെ സംസാരം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കേൾക്കുന്നവർ എങ്ങനെയാണെന്ന് വിലയിരുത്താമെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാൻ തോന്നിയിട്ടാണ് പറയുന്നത്. പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ശിക്ഷിക്കും. ഭൂരിഭാഗം അച്ഛനമ്മമാരും സ്നേഹത്തോടെ ആയാലും ദേഷ്യത്തിലായാലും പല വിധത്തിൽ നമ്മളെ ശിക്ഷിക്കാറുണ്ട്. അപ്പോൾ ശിക്ഷിക്കുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ, അവർ ശിക്ഷിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയല്ലല്ലോ, ഇത് നമ്മൾ ഇനി ആവർത്തിച്ചാൽ ഇനി അടി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഭയം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടായി വന്നിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കുട്ടികൾക്ക് ഭയമില്ല. കുട്ടികൾക്ക് എന്തും ചെയ്യാം. കുട്ടികളെ ദേഷ്യപ്പെടാൻ പാടില്ല, ശാസിക്കാൻ പാടില്ല. പുതിയ പുതിയ മനഃശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് കുട്ടികളെ ശിക്ഷിക്കുന്നത് നല്ലതല്ല. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. പക്ഷേ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു തൻ്റേടം ഉണ്ടാവുകയാണ്. എന്തും ചെയ്യാം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയല്ല, അത് തെറ്റാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി ഇളം തലമുറയിലെ ഉണ്ടായി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ മുതിർന്നു വരുമ്പോൾ എനിക്ക് എന്തും ചെയ്യാം, എന്നെ ആരും ശിക്ഷിക്കില്ല. പണ്ട് ദൈവഭയം ഉണ്ടായിരുന്നു. ഈ ദൈവം നമ്മളെ ശിക്ഷിക്കും, നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. ഇതൊക്കെയാണ് ശരിക്കും ഓരോ എൻ്റെ അറിവിൽ ഇപ്പോൾ ക്രിസ്ത്യാനി മതങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തെറ്റുകൾ ചെയ്താൽ ദൈവം ശിക്ഷിക്കും എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ മനസാക്ഷിയല്ല, കുറച്ച് തെറ്റുകൾ, ആ തെറ്റുകൾ 10 കൽപ്പനകൾ അതുപോലത്തെ കുറച്ച് കൽപ്പനകൾ നമ്മൾ ലംഘിച്ചാൽ അതിനുള്ള ശിക്ഷ ദൈവം തരും എന്നുള്ള ഒരു കുറ്റബോധം മനസ്സിൽ തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള പഠനങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരു തെറ്റ് ചെയ്താൽ അച്ഛനമ്മമാർ ശിക്ഷിക്കാത്ത വരുമ്പോൾ അവർക്കത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങളോട് ചോദിക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു ചിന്താഗതി വരികയാണ്. ഇപ്പോൾ നമ്മുടെ അഡോൾസൻസ് സ്റ്റേജ്, അതായത് ഒരു 12 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് രൂപീകരിക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ഊർജ്ജമാണ്, എന്തും ചെയ്യാനുള്ള ശക്തിയും ഊർജ്ജവുമാണ്. അപ്പോൾ ആ പ്രായത്തിൽ നമ്മൾ ഈ പണ്ടേ കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴേ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ അടി കിട്ടി ഒരു പേടി ഉണ്ടായി വരുന്നതുകൊണ്ട് ഈ അഡോൾസൻസ് സ്റ്റേജിലും ആ ഒരു ഭയം ഉള്ളിലുള്ളതുകൊണ്ട് എന്നെപ്പോലെയുള്ള, അപ്പോൾ എനിക്കൊക്കെ നല്ല അടി കിട്ടിയിട്ട് വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. ഒരുപാട് അടി തെറ്റ് ചെയ്താൽ അമ്മ നന്നായി അടിക്കും, അപ്പനും അടിക്കും, 2 പേരും അടിക്കും, ചീത്ത പറയും. അപ്പോൾ അങ്ങനെ ഒരു ഭയമുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് വളർന്നു വന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഭയം ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ തെറ്റുകളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും സിനിമകളിലും ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ വയലൻസ് ഭയങ്കരമാണ്. ഇപ്പോൾ എസ്പെഷ്യലി മാർക്കോക്കെ ഭയങ്കര വയലൻസാണ്. അപ്പോൾ എന്താ സമൂഹത്തിൽ കുട്ടികൾക്ക് മെസ്സേജ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസാണ് കുട്ടികൾക്ക്. അതുപോലെ വീഡിയോ ഗെയിംസ്, ഇതിലൊക്കെ വെടിവെച്ച് കൊല്ലുന്നതും അതുപോലെ ഒരു വയലൻസ് ആയിട്ടുള്ള വീഡിയോ ഗെയിംസ് കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കുട്ടികൾക്കുള്ള ആ ഒരു മനോഭാവം തന്നെ മാറുകയാണ്. നമ്മുടെ ഇന്ത്യ ജനസംഖ്യയിൽ ലോകത്തിൽ നമ്പർ 1 ആണ്. നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്കൊക്കെ അറിയാം. പണ്ട് ചൈനയായിരുന്നു, ഇപ്പോൾ ഇന്ത്യയാണ്. ഇനി ഭാവിയിൽ പലരും പ്രവചിച്ചിട്ടുള്ളത് ഇന്ത്യ ലോകത്തിലെ വൻ ശക്തിയായി മാറും, എല്ലാ രീതിയിലും ഇന്ത്യ നമ്പർ 1 ആവും ലോകത്തിൽ എന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട്. പ്രവചനം തെറ്റോ ശരിയോ അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഈ നമ്പർ 1, അതായത് ജനസംഖ്യയിൽ നമ്പർ 1 ആവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകളും ചിന്താഗതികളും ഒക്കെ മാറും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൂടാൻ സാധ്യതയുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യ കൂടുതൽ നന്നാവാൻ പാടില്ല എന്ന് പല രാജ്യങ്ങൾക്കും തോന്നാം.
കാരണം മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയെക്കാളും താഴെ പോകുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോഴത്തെ ഉയർന്നു നിൽക്കുന്ന പല രാജ്യങ്ങൾക്കും ഇന്ത്യ നന്നായി അവരെക്കാളും ഉയർന്നു, അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ വരുമല്ലോ. അപ്പോൾ കുട്ടികളിൽ തന്നെ എനിക്ക് ഫസ്റ്റ് ആവണം, എനിക്ക് സെക്കൻഡ് ആവണം, എനിക്ക് അങ്ങനെ ഏറ്റവും നമ്പർ 1 ആവണം എന്നുള്ള ആഗ്രഹം കുട്ടികളിൽ എല്ലാവർക്കും ഉണ്ട്. നമ്മൾക്കൊക്കെ നമ്പർ 1 ആവണം, ലോകത്തിൽ നമ്പർ 1 ആവണം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടണം, അങ്ങനെ നല്ല നല്ല ചിന്താഗതികളുണ്ട്. അത് നല്ലതാണ്. പക്ഷേ മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ച് താത്തിക്കൊണ്ട് നന്നാവുന്നത് അത്ര നല്ലതല്ല. മറ്റുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വേണം നന്നാവാൻ, മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് വേണം നന്നാവാൻ. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇതുപോലെ വലിയ രീതിയിൽ വൻ ശക്തിയാവുമെന്ന് പലരും പ്രവചിച്ചുകൊണ്ട് ഇന്ത്യ നശിച്ചു കാണാൻ പലരും ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരിലൂടെയാണ് ഇന്ത്യയിൽ ഈ മയക്കുമരുന്നുകളൊക്കെ വരുന്നത്. ഇന്നത്തെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ 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 ഭയാനകമാണ്. ചെറിയ കുട്ടികളിൽ തന്നെ ഇങ്ങനെ വന്ന് അവരുടെ ജീവിതം മുഴുവൻ താറുമാറാണ്, അവർക്ക് ചിന്താശക്തി നഷ്ടപ്പെടുകയാണ്. ഞാൻ കേട്ടിട്ടുള്ളത് മയക്കുമരുന്ന് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന്, നമ്മുടെ ബ്രെയിനിന് മാറ്റങ്ങൾ വരുന്ന പറയുന്നത്, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതിയെന്ന്. ഇത് അറിവുള്ള ആളുകളിൽ നിന്ന് ഞാൻ കേട്ടതാണ്, എൻ്റെ പഠനമൊന്നുമല്ല, അറിവുള്ള ആളുകളിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ഒരു പ്രാവശ്യം മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ നമ്മുടെ ബ്രെയിനിന് ചെറിയ മാറ്റങ്ങൾ വരുന്ന പറയുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ശാസ്ത്രജ്ഞന്മാരും വലിയ രീതിയിൽ ബുദ്ധിമാന്മാരായി തീരേണ്ട നമ്മുടെ ഇളം തലമുറ മയക്കുമരുന്നിൻ്റെ അടിമയായി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോഴത്തെ സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള വയലൻസും ഭയങ്കരമായിട്ടുള്ള നമുക്ക് കേൾക്കാത്ത കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്വന്തം അപ്പനമ്മേനെ വെട്ടിക്കൊല്ലുക, സ്വന്തം മക്കളെ കൊല്ലുക, ഇങ്ങനെയൊക്കെ കൂടുതൽ വന്ന് നമ്മുടെ രാജ്യം നശിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പ്രവചനമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇത് ഡെവലപ്പ് ചെയ്ത് ഈ മറ്റേ മയക്കുമരുന്നും മദ്യം ഒക്കെ കൂടി വരുമ്പോൾ ഇങ്ങനെ നശിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു, പലരും കാണുന്നു. പലരും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യ നന്നായി ആഗ്രഹിക്കുന്നവർ കാണുന്നു. അപ്പോൾ അത് എനിക്കൊന്ന് പറയാനിവിടെ തോന്നി. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വരുമ്പോൾ ചിന്താശക്തി പോകുമ്പോൾ മൃഗങ്ങൾക്കും ഉണ്ട് ഒരു മനസാക്ഷി, പക്ഷെ അതിനും മോശമായി തീരാണ്. മൃഗങ്ങളെക്കാളും താഴെ പോവുകയാണ് മനുഷ്യർക്കുള്ള പ്രധാന വ്യത്യാസം, മൃഗങ്ങളെക്കാളുള്ള പ്രധാന വ്യത്യാസം, മനുഷ്യർക്ക് പ്രത്യേകിച്ച് ചിന്തിച്ച് നാളെക്കുറിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പലതും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൃഗങ്ങൾക്കിപ്പോൾ ഒരു ബേസിക് സ്വഭാവം മാറ്റി ഇമ്പ്രൂവ് ചെയ്ത് മൃഗമല്ലാത്ത രീതിയിലാവാനുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ അതിനുള്ള സാധ്യതകളും അതിനുള്ള കഴിവുകളും കുറവാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനെ ശരിക്കും പറയുകയാണെങ്കിൽ പൂർണ്ണനാവാൻ, അതായത് ദൈവമായിട്ട് ഒന്നായി തീരാനുള്ള കഴിവുള്ളവനാണ് മനുഷ്യൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ മനസ്സിലാക്കില്ലേ, അത് പല മതഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിട്ടുമുണ്ട്. അതായത് മനുഷ്യന് പൂർണ്ണനാവാൻ പറ്റും, എൻ്റെ പിതാവ് പൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പൂർണ്ണരായിരിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനുഷ്യന് പൂർണ്ണനാവാൻ പറ്റുന്നതുകൊണ്ടാണ് ബൈബിളിൽ അത് പറയുന്നത്. അതൊന്നുമല്ല ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ വ്യത്യസ്ത മതവും മറ്റും. പക്ഷേ പൂർണ്ണതയിലേക്കുള്ള ആ പഠനമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്നത് എല്ലാറ്റിലും ഉണ്ട്, മതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ട്. രാഷ്ട്രീയക്കാർക്ക് അവർക്ക് ഭരിക്കണം, അവർക്ക് അവരെ കാശുണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ്. അതായത് ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭരണം, അങ്ങനെ ചിന്തിക്കുന്നവർ പണ്ടൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ചിന്താഗതി, അങ്ങനെ മൂല്യങ്ങളുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഇന്നുണ്ടോയെന്ന് സംശയമാണ്. എനിക്ക് വേറെ വ്യക്തിയെ വിലയിരുത്താനൊന്നും പറ്റില്ലെങ്കിൽ പോലും പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് മനുഷ്യർക്ക് വേണ്ടി, അതായത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭരണം കാഴ്ചവെക്കണം. പണ്ട് രാജാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മനുഷ്യൻ നശിച്ചാലെന്ത്, മനുഷ്യൻ നന്നായാലെന്ത്, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും മാത്രമുള്ള ഭരണം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ മതങ്ങളിപ്പോൾ ക്രിസ്ത്യാനികളിൽ പറയുന്നുണ്ട്, ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ്, 1000 ആടുകളിൽ അല്ലെങ്കിൽ 100 ആടുകളിൽ ഒരാട് പോയാൽ ആ ആടിനെ ഈ 99 ആടിനെയും വിട്ട് ആ ഒരാടിനെ അന്വേഷിച്ച് പോവും എന്ന് പറയുന്ന ഇടയൻ്റെ ഉപമ പറയുന്നുണ്ട്. പക്ഷേ
അത് തെറ്റാണ്. ചിലപ്പോൾ ഒരാളാവും രക്ഷപ്പെടാൻ പോകുന്നവൻ. അങ്ങനെയാണ്. അത് കേട്ടിട്ടുണ്ടോ? അതായത് ദൈവസന്നിധിയിലേക്ക് എത്തുക അല്ലെങ്കിൽ സ്വർഗരാജ്യം കണ്ടെത്തുന്നവർ വളരെ വളരെ വിരളം, എത്തിപ്പെടുന്നവർ അതിനേക്കാൾ വിരളം. എന്നുവെച്ചാൽ വളരെ ദുർലഭമായിട്ടുള്ളവർക്ക് സ്വർഗരാജ്യം എന്താണെന്ന് മനസ്സിലാക്കാനും അതിലേക്ക് എത്തിപ്പെടാനും ഈ പൂർണ്ണനാവാനും ഈ ദൈവമായിട്ട് ഒന്നാവാനൊക്കെ കഴിയൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ മതം പഠിപ്പിക്കുന്നത് അവരെ അതായത് തെറ്റായ വഴി, അതായത് അവർ ശരിയല്ലാത്ത വഴി, അവരെ നമ്മുടെ വഴിയിലല്ലാത്ത ശരിയല്ലാത്ത വഴിയിൽ പോകുന്ന അവൻ ശരിയല്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ മേ ബി അവൻ ചിലപ്പോൾ യഥാർത്ഥത്തിൽ സത്യം കണ്ടെത്താൻ പോകുന്നവനായിരിക്കും. അവനാണ് വ്യത്യസ്തൻ. യേശുവും വ്യത്യസ്തനായിരുന്നു. അന്നത്തെ ചിന്താഗതികൾക്കും അന്നത്തെ നിയമങ്ങൾക്കൊക്കെ എതിര് ചിന്തിക്കുകയും എതിര് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു യേശുവിനെ പോലുള്ള മഹാന്മാർ. അപ്പോൾ അതുപോലെ നമ്മൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായി ജീവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കും അത് പറയണേ. നിങ്ങൾ സ്വർഗത്തിലിട്ട് എത്തുന്നുമില്ല, എത്തുന്നവരിട്ട് അനുവദിക്കുന്നുമില്ല. അങ്ങനെ അതൊക്കെ ബൈബിളിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ബൈബിളിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഈ മതത്തിൻ്റെ കാര്യങ്ങൾ പറയാനല്ല, പക്ഷേ മതവും ഇതൊക്കെ റിലേറ്റഡാണ്. മതം, സമൂഹം, രാഷ്ട്രീയം ഇതൊക്കെ റിലേറ്റഡാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി നിൽക്കാനും നമുക്ക് പറ്റില്ല. നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് പ്രതികരിക്കാൻ ഇങ്ങനെയെങ്കിലും പറ്റുന്നത് അനുഗ്രഹം. അപ്പോൾ പ്രതികരിക്കാൻ ഇതിപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എൻ്റെ സംസാരം കൊണ്ടുള്ള ഒരു ചെറിയ ചലനമെങ്കിലും എനിക്ക് അണ്ണാറക്കണ്ണ് തന്നാലായതെന്ന് പറയുന്ന പോലെ ഒരു ചെറിയ ചലനം എനിക്ക് സൃഷ്ടിക്കാൻ പറ്റിയാൽ അത് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ അനുഗ്രഹം എന്നായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. കൊച്ചുനാളിലെ അമ്മ അടിച്ചതിൻ്റെയും അമ്മ ശിക്ഷിച്ചതിൻ്റെയും ഒക്കെ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, അത് നന്നായിരുന്നു. അമ്മ അങ്ങനെ അടിച്ചിരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ നല്ല രീതിയിലുള്ള ഒരു ചിന്താഗതികൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ചുള്ള ഒരു ചിന്താഗതികളും നല്ല രീതിയിലുള്ള ജീവിതവും ഞാൻ കാഴ്ചവെക്കുന്നത്, ഞാൻ ജീവിക്കുന്നത്. വെറുതെ വർത്താനം പറയലല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നത് അമ്മയുടെ ശിക്ഷണവും അമ്മയുടെ ചീത്ത പറച്ചിലും അമ്മയുടെ അനുഗ്രഹവും അതൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ തലമുറ അതിന് വ്യത്യസ്തമായിട്ട് വരികയാണ്. ഇന്ന് പേടിയില്ല, ശിക്ഷണമില്ല, സ്നേഹപരമായിട്ട് നമ്മൾ സംസാരിക്കാം, ചെയ്യാം, കുട്ടികളോട് അങ്ങനെ ഇടപഴകാം. പക്ഷെ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കണം, ചീത്ത പറയണം, എന്നാലാണ് അവന് തെറ്റാന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് തെറ്റാന്ന് മനസ്സിലാവില്ല. അപ്പോൾ സമൂഹം ഇനി നന്നായി വരണമെങ്കിൽ പഴയ പോലെ ആവുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്തൊക്കെയായാലും കുറച്ച് നമുക്ക് ഭയം വേണം. ഒന്നുകിൽ ദൈവത്തെ, അല്ലെങ്കിൽ മാതാപിതാക്കളെ, അല്ലെങ്കിൽ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ. ഇന്നാൾ ഒരു 2-3 ദിവസം മുമ്പ് ഞാനൊരു പ്രൊഫസറെ കണ്ടു, കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. അത് പറയുന്നത് പേടിച്ചിട്ടാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോണേ. ഒന്നും പറയാൻ പാടില്ല കുട്ടികളെ. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചീത്ത പറയും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഉപദ്രവിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിഷമം വരാത്ത രീതിയിൽ അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വേണം സ്കൂളിൽ ഓരോന്ന് പഠിപ്പിക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനെന്ന് പറയുന്നത്. അപ്പോൾ ആ കാലങ്ങളിലെ മാറ്റം. പണ്ടൊക്കെ അങ്ങനെയല്ല. നമുക്കൊരു ഗുരു ഭയം ഉണ്ടായിരുന്നു, ഗുരുക്കന്മാരോട് ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗുരുക്കന്മാരോട് ഭയമില്ല. മാത്രമല്ല ഗുരുക്കന്മാരോട് ഒരു പുച്ഛാണ്, ഇവരൊക്കെ എന്തിട്ട്. പക്ഷെ അതല്ല, അങ്ങനത്തെ ആ ചിന്താഗതികളൊക്കെ അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ്റും ഒക്കെ സപ്പോർട്ട് ചെയ്യാണ്. ഈ കുട്ടികളുടെ ഈ തെറ്റായ ചിന്താഗതികൾക്ക് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ശരിക്കും ഗുരുക്കന്മാർക്ക് അതിനെ ശിക്ഷിക്കാനുള്ള അധികാരം കൊടുക്കേണ്ടതാണ്. എന്നാലാണ് പുതിയൊരു തലമുറ നല്ല രീതിയിൽ വളർന്ന് നല്ല രീതിയിലായി വരുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ ഭാവി തലമുറ നമ്മുടെ കൈവിട്ട് പോവും. ഇപ്പം തന്നെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തീരെ പോയി വന്നാൽ ഇപ്പം തന്നെ കണ്ടില്ലേ, ഓൾഡ് ഏജ് ഹോംസൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പനമ്മേനും നോക്കാൻ മക്കളില്ല. മക്കളൊക്കെ പഠിപ്പിച്ച് ജീവിതം മുഴുവൻ ഹോമിക്കും. എന്നിട്ട് ഈ മക്കൾ ഒരു ജോലിയിലും നല്ല രീതിയിലായി കഴിഞ്ഞാൽ ഈ അപ്പനമ്മേനും തിരിഞ്ഞു നോക്കണില്ല. അപ്പനമ്മയുടെ സന്തോഷമോ അപ്പനമ്മയുടെ ആഗ്രഹങ്ങളോ ഒന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. അങ്ങനെ വളരെ നശിച്ച ഒരു തലമുറ ആയിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ ഒരു വ്യത്യാസം വരണമെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇംപ്ലിമെൻ്റ് ചെയ്യണം. അല്ലാതെ വെറുതെ വാചകം അടിച്ച് ലോകം നന്നാക്കാൻ നടന്നിട്ടല്ല, നമ്മുടെ കുടുംബം നന്നാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ശ്രമിക്കാം, മുഴുവൻ പറ്റണമെന്നില്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കാൻ ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസൻറ്റേഷൻ, എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.
താങ്ക് യു, നന്ദി, നമസ്കാരം.